എല്ലാവർക്കും നമസ്കാരം. പ്രസാദ് വൈദ്യർ, കാർത്തിക ആയുർവേദിക്സ്, അഞ്ഞൂർ നമ്പീശമ്പടി. ഇന്ന് പറയുന്നത് നമ്മുടെ സൗന്ദര്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടിപ്പാണ്. എന്താണ് സൗന്ദര്യത്തിന് ഏറ്റവും പ്രാധാന്യം എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ആളുടെ മുഖത്തെ കരിവാളിപ്പ്, അതുപോലെ തന്നെ കറുത്ത പാട്, ഇതുപോലെ കരിമംഗലം, ഈ മുഖത്തിന്റെ അവിടെയൊക്കെ അകത്തയമ്പോരിയ, ഇതൊക്കെ ആയിട്ട് ഇവിടെ ഒരു കളർ, ഇവിടെ ഒരു കളർ, പലയിടത്തും പലതരം കളർ, ഇങ്ങനെയായിട്ടൊക്കെ പല ഒരു ഭംഗിയുണ്ട്, അന്നൊരു ഉദിപ്പില്ല. എന്നാലോ ഒരു ഫോട്ടോ എടുത്ത ഒരു കോല ഉണ്ടാവില്ല. എന്നാൽ ഒരു കരിവാളിച്ചു എന്ത് ഇങ്ങനെ എടുക്കുന്നൊക്കെ ആൾക്കാർ പറയും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന ഒരു മുഖ സൗന്ദര്യത്തിന്റെ ഒരു ഫ്രഷ്നെസ് ഉണ്ട്, മുഴുവൻ ഒരൊറ്റ കളറാവുക, അതുപോലെ തന്നെ റോസ് കളറാവുക. അങ്ങനെ ഒരു മുഖകാന്തി വർദ്ധിപ്പിക്കാനും, അതുപോലെ തന്നെ കഴുത്തിൽ ഒക്കെ കരിവാളിപ്പ്, പിന്നെ കക്ഷം, അതിന്റെ ഏറ്റവും ഒരു പ്രധാന കക്ഷപ്പാരി കാണാനാന്നൊക്കെ നമ്മൾ വിചാരിക്കും. ഇപ്പൊ കക്ഷം വെളുപ്പിച്ചിട്ട് പാരി കാണാനാന്നൊക്കെ. പക്ഷേ നമ്മളൊരു ആണുങ്ങളാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഡ്രസ്സ് മാറ്റേണ്ടി വരും. പെണ്ണുങ്ങളാണെന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെ കുടുംബജീവിതം അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിൻ്റെ ഒക്കെ ആയിട്ടുള്ള ജീവിതത്തിനും ഈ ശരീരത്തിന്റെ സൗന്ദര്യം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഈ നമ്മൾ എന്താ പറയുക, ടാറൊരിക്കൽ ഒട്ടിച്ച പോലത്തെ കക്ഷമൊക്കെയുള്ള ആൾക്കാർ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒടിയിലൊക്കെ, നമ്മളിപ്പോൾ ലിംഗമാണെങ്കിലും യോനിയാണെങ്കിലും ഒടിയിലൊക്കെ ഇപ്പോൾ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആകെ അണ്ടർആംസ് എന്ന് പറയുന്ന ഒരു കരിവാളിപ്പുണ്ട്. ഈ കരിവാളിപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലും ഒരു വൃത്തിയില്ലാത്തൊരു കരിവാളിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ നാച്ചുറലി സ്കിന്നാക്കി മാറ്റാം. കാരണം വെച്ചാൽ നമ്മുടെ മുഖം എങ്ങനെയാണോ അതുപോലെ തന്നെ ഉള്ള ആ ഒരു സൗന്ദര്യം നമ്മൾ മറ്റെല്ലാ അവയവങ്ങൾക്കും ഉണ്ടാകും. കാരണം കക്ഷാണെങ്കിലും നമ്മൾ ഒടിയിലാണെങ്കിലും നമ്മളെ ഇന്ദ്രിയങ്ങളിൽ എല്ലായിടത്തും ആണെങ്കിലും ഈ കളറ് നമുക്ക് സൗന്ദര്യം ഉണ്ടാക്കാം. കാരണം ഇതൊക്കെ സൗന്ദര്യം ഉണ്ടാക്കി ശ്രദ്ധിച്ച് കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ ഇന്നൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പഴയ കാലത്തൊക്കെ എങ്ങനെയൊക്കെയോ ഏതൊക്കെയോ തരത്തിലും വന്നപാട് ചന്തം എന്ന് വിചാരിച്ച് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയല്ല നമ്മൾ ഇന്ന് മുന്നോട്ട് പോയിരിക്കുന്നത്. കാരണം അതൊക്കെ അത്യന്താപേക്ഷിതമായി വന്നിരിക്കുകയാണ്. കാരണം വെച്ചാൽ നമ്മുടെ ഒടിയിലൊക്കെ ഒരു കരിവാളിപ്പും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെതായ ഒരു ദാമ്പത്യ ജീവിത സമയത്ത് നമുക്കത് വെറുക്കപ്പെടുന്ന തരത്തിലുള്ള ഒരു രീതി അതിൻ്റെ ഉള്ളിൽ വരും. അതിപ്പോൾ ലിംഗമാണെങ്കിലും യോനിയാണെങ്കിലും നമ്മുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗങ്ങളാണെങ്കിലും ഈ ഒരു സംഭവമുണ്ട്. ഇതൊക്കെ നമ്മുടെ അടുത്തേക്ക് പേഷ്യൻസ് ആയിട്ട് വന്നിട്ട് തന്നെ ആളുകൾ പറയുന്നൊരു കാര്യമാണ്. കാരണം ഇവിടെയൊക്കെ ആകെ കരിവാളിപ്പായ കാരണം ആൾക്കൊരു ഭർത്താവിനൊരു താല്പര്യമില്ല. അതുപോലെ തന്നെ ഭാര്യയ്ക്കും തന്നെ ഒരു അറപ്പ് പോലെ നമ്മളെടുത്ത് കെടുക്കുമ്പോൾ കക്ഷമൊക്കെ ഈ നിലയ്ക്കായിട്ട് നിൽക്കുന്നത്. അപ്പം എന്നാലും മുഖം നല്ല കളറുണ്ട്, എന്നാൽ ശരീരത്തിന്റെ പല ഭാഗത്തും കളറുണ്ട്, എന്നാൽ പെരടിയിലും ഈ ഭാഗത്തൊക്കെയാണ് പ്രശ്നം. ഇത് മാറുക എന്ന് പറയുന്നത് ഒരു അത്യാവശ്യ ഘടകമാണ് ഇപ്പം ഇന്നത്തെ കാലത്ത്. അപ്പോൾ ഈ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഇതാണ് കാര്യം. അപ്പോൾ ഇതിനെന്ത് വേണം എന്നുള്ളതാണ്. ഒരു പ്രശ്നമല്ല, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുകയും ചെയ്യും. ഇത് നല്ല റിസൾട്ട് ആണേനും. അപ്പോൾ നമ്മൾ ഇതിനൊക്കെ ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് സമയം, ഒരു അരമണിക്കൂർ കൂടിക്കഴിഞ്ഞാൽ നമ്മളിതിന് സമയം കണ്ടെത്തിയാൽ മതി. മുഖത്തുള്ള ചുളിവുകൾ ഉള്ള ആളുകളാണെങ്കിൽ, മുഖത്താണ് നമ്മൾ ഈ ക്രീം നമ്മളിത് പുരട്ടാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ, ഈ മുഖത്തുള്ള ചുളിവുകളും കാര്യങ്ങളും പോകാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ അത് പാലിൻ്റെ പാട ചേർത്തിട്ടോ, അപ്പോൾ നമ്മൾ പാല് തിളപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ കട്ടിയിലുണ്ടാകുന്ന പാട ചേർത്തിട്ടോ ഇല്ലെങ്കിൽ പാലിൽ ചേർത്തിട്ടോ പുരട്ടുന്നതാണ് ഏറ്റവും ഉത്തമം. കാരണം ചുളിവണ്ട് മാറിയിട്ടുണ്ട്, ടെമ്പറായിട്ട് ഇങ്ങനെ തുടിച്ചു നിൽക്കും ഇങ്ങനെ. അപ്പോൾ ആ ഒരു വൈറ്റമിൻസിൻ്റെ ഒരു കുറവ് പോലെ ഒരു വാർദ്ധക്യ ചുളിവുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പക്ക റിസൾട്ട്. അപ്പോൾ അതുപോലെ ഇത് നമ്മൾ ചുളിവുള്ള ആൾക്കാരാണെന്ന് വെച്ചെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ. പിന്നെ നമുക്ക് മറ്റുള്ള ശരീരത്തിൻ്റെ ഭാഗത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ പാലിൻ്റെ ഇത് വേണമെന്നില്ല, വെള്ളത്തിൽ ചാലിച്ചാൽ മതി. നമ്മൾ മുഖത്തിനോട് ബന്ധപ്പെട്ടിട്ടോ മറ്റ് കയ്യമ്മലൊക്കെ പരട്ടുമ്പോഴാണ് നമുക്ക് ഈ ഇതൊക്കെ വേണ്ടത്. ഈ ചുളിവുകളൊക്കെ ഉള്ളിടത്ത് പറ്റുമ്പോഴാണ് ഈ പാൽപ്പാടയിൽ ഇതിലൊക്കെ പറ്റേണ്ട ആവശ്യമുള്ളൂ, പാലിലും പറ്റേണ്ട ആവശ്യമുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ എന്താണ്, പച്ചവെള്ളത്തിലോ പനനീരിലോ പാലിലോ നാളികേരപ്പാലിലോ ഒക്കെ പരട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ ഇത് ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ നമ്മളത് അയച്ചു തരും. അത് എങ്ങനെ വേണമെങ്കിലും ആവാം. പക്ഷേ ഇതിന് നമ്മൾ ആകെ 4 കൂട്ടം മരുന്നേ വേണ്ടുള്ളൂ. ഇരട്ടി മധുരം, കോലരക്ക്, പിന്നെ മഞ്ചട്ടിക്കോല്, കസ്തൂരി മഞ്ഞൾ. ഇരട്ടി മധുരം, കോലരക്ക്, മഞ്ചട്ടിക്കോല്, കസ്തൂരി മഞ്ഞൾ. ഇത് സമാണ് എടുക്കേണ്ടത്. എടുക്കുമ്പോൾ ഏതാണ്ട് ഒരു 50 ഗ്രാം വെച്ചിട്ടോ 100 ഗ്രാം വെച്ചിട്ടോ ദേഹം മൊത്തം തേക്കാട്ടത്. അത് വേറൊരു കാര്യം. കാരണം ഇത് നമ്മളൊരു 100 വാങ്ങിക്കഴിഞ്ഞാൽ, 100 ഗ്രാം വീതം വാങ്ങിക്കഴിഞ്ഞാൽ ഇത് നൈസ് പൗഡറാക്കി നമ്മളൊരു ദിവസം മെനക്കെട്ടി തന്നെ പൊടിച്ച് അരിച്ചാൽ വെച്ചിട്ട് നമ്മൾ അതിൽ നിന്ന് എടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം വെക്കണം ഈ സാധനം.
ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ നേരിട്ടിട്ട് ചാലിച്ചിട്ട് പരട്ടുമ്പോഴേക്കും ഇതിൻ്റെ ഒരു കൊഴുപ്പ് കിട്ടില്ല. കൊഴുപ്പ് കിട്ടില്ല വെച്ചാൽ ഇതൊന്ന് നനഞ്ഞ് കുതിർന്നിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് പിടിക്കാവുന്ന തരത്തിലാവില്ല. അപ്പോൾ നമ്മളിത് ആവശ്യം എത്ര ഉണ്ടോ, എവിടെയൊക്കെ പരട്ടുന്നുണ്ടെങ്കിൽ നമ്മളെന്തായി അതിന് കണക്കാക്കിയിട്ട് ഇത് എടുത്തതിന് ശേഷം നമ്മൾ ചാലിച്ച് വെച്ചിട്ട് നമ്മളത് കുളിക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പ് മുഖത്ത് മൊത്തം പരട്ടിയതിന് ശേഷം നമ്മൾ കക്ഷത്തൊക്കെ നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക, ശരീരത്തിലും പിടിപ്പിക്കുക, ഒടിയിലും ഒക്കെ തേച്ച് വെക്കുക. തേച്ച് വെച്ചതിന് ശേഷം അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂർ അരമണിക്കൂർ കഴിഞ്ഞിട്ട് നന്നായി കഴുകി കളയും. ഇത് ഉപയോഗിക്കുന്ന ആ നേരത്ത് നമ്മൾ കുളിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് നമ്മൾ ആകെ എണ്ണയൊക്കെ തേച്ചിട്ടുണ്ടാവും ആൾക്കാർ. എണ്ണ തേച്ചിരിക്കുമ്പോൾ ഇത് പരട്ടരുത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ എണ്ണയുടെ ഇതുകൊണ്ട് നമുക്ക് ശരീരത്തിന് ഗ്രിപ്പ് പിടുത്തം കിട്ടില്ല. അപ്പോൾ രാവിലെ നമ്മൾ കുളിക്കുന്ന ആൾക്കാർ എണ്ണ തേച്ച് കുളിക്കുന്നവരാണെങ്കിൽ അപ്പം അത് പരട്ടണ്ട, അത് വൈകിട്ട് പരട്ടുക. ഇത് നമ്മൾ ആദ്യത്തെ ഒരു ആഴ്ച ഒരു ഡെയിലി ചെയ്യുക, ഒരു 7 ദിവസം നമ്മൾ ദിവസം ചെയ്യുക. പിന്നെ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്താൽ മതി. കാരണം ഒരു ദിവസം ചെയ്തു നമ്മൾ അതൊക്കെ മാറി സെറ്റായി ഇരുന്നതിന് ശേഷം 7 ദിവസമാണ് നമ്മൾ അടുപ്പിച്ച് ചെയ്യേണ്ടത് കേട്ടോ. അതിന് ശേഷം നമ്മൾ എന്തായി ആഴ്ചയിൽ ഒരു ദിവസം വെച്ചിട്ട് ചെയ്താൽ മതി. ഈ ആഴ്ചയിൽ ഒരു ദിവസം വെച്ചിട്ട് ചെയ്യുന്ന ഇപ്പോൾ ഞായറാഴ്ച ഏതെങ്കിലും ഒരു ഒഴിവ് നേരം കണ്ടെത്തുക. നമ്മൾ വൈകിട്ട് നേരം മേലെ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ നിൽക്കുമല്ലോ. അപ്പോൾ സാധാരണ ഇപ്പോൾ എല്ലാവരും വീട്ടിലെ പണികളും കാര്യങ്ങളും ഇതൊക്കെ കഴിഞ്ഞു ദേഹമൊക്കെ ഒന്ന് കഴുകി തല നനയ്ക്കാതെ തന്നെ കഴുകുന്നവരുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് മുഖത്ത് ഇതൊക്കെ പരട്ടി കുറച്ച് നേരം അപ്ലൈ ചെയ്തിട്ട് ഇരിക്കുമ്പോൾ നമ്മളെ ശരീര സൗന്ദര്യം മുഖ സൗന്ദര്യം ഒക്കെ ഏത് ലെവലെത്തുന്നറിയോ. ഇത് ഒരു പ്രായമല്ല. ഇതിന് ആണ് പെണ്ണ് അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞു ഞങ്ങൾക്ക് ഇത്രയൊക്കെ ആയില്ലേ, ഇനിയിപ്പോൾ എവിടേക്കാണ് എടുത്തിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ കോലല്ല ചെങ്ങ, ഇതൊരു കോലക്കട തന്നെയാണ്. കാരണം ആൾക്കാരുടെ പണ്ടത്തെ പോലെ ഒന്നുമല്ല. സൗന്ദര്യം ഉണ്ടെങ്കിൽ തന്നെ സ്ഥാനമുള്ളൂ എവിടെയും. കാരണം ആൾക്കാരുടെ ഇടയിൽ നിലയും വില ഉണ്ടാവണമെങ്കിൽ നമ്മളിപ്പോൾ നല്ല രീതിയിലൊക്കെ അതൊക്കെ ആ ഒരു ഭംഗി ഒക്കെ കെയർ ചെയ്തിട്ട് നിന്നെങ്കിൽ മാത്രം തന്നെയാണ് നമുക്കൊരു സീറ്റ് എവിടെയും കിട്ടുള്ളൂ. നമ്മൾ എന്ത് കാര്യത്തിന് ഒരാൾ വീട്ടിലേക്ക് വിളിക്കണമെങ്കിൽ തന്നെ കാണാൻ ഭംഗിയില്ല. ഒരു ജോലിക്ക് നോക്കി വയ്ക്കുക, ഒരു തുണിക്കട ഇവിടെയൊക്കെ ജോലിക്ക് പോയിട്ട് ആൾക്കാർ സിനിമയിലേക്ക് ഇൻ്റർവ്യൂ നടത്തുന്ന പോലെയാണ്. സൗന്ദര്യം ഇതൊക്കെ നോക്കിയിട്ട് എടുക്കുക. കാരണം ഭംഗി ഉണ്ടെങ്കിലാണ് ആൾക്കാർക്ക് വേണ്ടുള്ളൂ എന്തിനും ഏത് കാര്യമൊക്കെ. അപ്പം നമ്മൾ ആൾക്കാരുടെ ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണം എന്ന് പറയുന്ന പോലെ നമ്മളെന്താണ് ഉള്ള പോലെ നല്ല വൃത്തിയിൽ കൊണ്ടു കിടക്കുക. അതിന് പ്രശ്നങ്ങളുള്ളവർ, ഇതെല്ലാവർക്കും ഉള്ള പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. കാരണം ഇതിപ്പോൾ ഭംഗിയില്ലാത്തവർ എന്ന് പറയുന്നത് ആർക്കും ഭംഗിയില്ലായകല്ല. പക്ഷെ ആ ഭംഗിയുടെ ഉദിപ്പ് കുറഞ്ഞു കിടക്കുന്നതിനെ നമ്മൾ നല്ല രീതിയിലാണ് തെളിയിപ്പിക്കുകയാണ് ഈ സംഭവം. അപ്പോൾ കറുത്ത പാടും കരിമങ്ങലും ഇതൊക്കെ ഉണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ആരായി ചുള്ളനായി. അതുപോലെ തന്നെ പെണ്ണുങ്ങളാണെങ്കിൽ ചുള്ളത്തി. അത്ര സൂപ്പർ സംഭവമാണ്. ഈ കാര്യം വേണ്ടിയിട്ട് നമ്മൾ വലിയൊരു മുതൽ മുടക്കൊന്നുമില്ല. ഈ 100 ഗ്രാം ഒരു 50 ഗ്രാം വെച്ചിട്ട് മേടിക്കുക എന്ന് പറഞ്ഞാൽ ഇത് വാങ്ങുമ്പോൾ കുറച്ച് കൂടുതൽ മേടിക്കുക, മേലെ തേക്കുമ്പോഴും കുറച്ച് കൂടുതൽ പരട്ടുക. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളൊരു കഷ്ടിമുഷ്ടിയായിട്ട് ഇതൊക്കെ വെച്ച് തേച്ചിട്ട് എവിടെയും എത്താതെയും. അപ്പോൾ കുറച്ച് കൂടുതൽ പരട്ടിയതിന് ശേഷം മുഖത്തും ഇതൊക്കെ നന്നായി പരട്ടി ഇതൊക്കെ ആയിട്ട് കുറച്ച് നേരം ഇരിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ കഴുത്തിലേക്കും കക്ഷത്തിൻ്റെ അവിടേക്കൊക്കെ മാത്രം കണക്കാക്കിയിട്ട് കുറച്ച് കൂടി വെച്ച് കഴിഞ്ഞാൽ മറ്റു ഭാഗത്തും കൊണ്ടിട്ട് പരട്ടിയിട്ട് നമ്മൾ ഇരുന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം. കാരണം എന്താ വെച്ചാൽ ഒരു നമ്മളെവിടേക്കെങ്കിലും പോകണ്ടെങ്കിൽ തന്നെ അല്ല ഇതെന്തപ്പോൾ ഇതിപ്പോൾ ഞാൻ കാണുമ്പോൾ എന്താ ഫേഷ്യൽ ചെയ്താ അത് ചെയ്താ ഇത് ചെയ്താന്നൊക്കെ. ഈ ഫേഷ്യലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്നുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ വെയിലാണ്ട് കൊണ്ടാ എന്തായി കറത് ചൊവ്വലാണ്ടാവും. പിന്നെ ആ കരിവാളിപ്പ് മാറാൻ വീണ്ടും ഫേഷ്യൽ. അത് പിന്നെ പുറത്തിറങ്ങാണ്ട് ആത്തിരിക്കുന്നവർക്ക് മാത്രമേ ഈ വക അങ്കക്കെട്ട് പറ്റുള്ളൂ. പക്ഷെ ഇത് പരട്ടിയിട്ട് നിങ്ങൾ കൊട്ട വെയിലത്ത് പോയാലും കണ്ണാടി പോലെ. അപ്പോൾ അതാണ് നമ്മളെ ടിപ്സ് എന്ന് പറയുന്നത്. വൈദ്യപരമായിട്ടുള്ള ഗ്രന്ഥങ്ങളിലത്തെ ടിപ്സാണ്. നമ്മൾ പല ടിപ്പും പലതിനിട്ടുണ്ട്. ഇതിനൊക്കെ അതിൽ 1-2 മരുന്നുകൾ കൂടിയിട്ടും കുറഞ്ഞിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ഇന്ന ഭാഗങ്ങളിലേക്ക് പ്രത്യേകമായിട്ട് ഉപയോഗിക്കാം എന്നുള്ളത് പലരും നമ്മളോട് എടുത്ത് ചോദിക്കുമ്പോഴാണ് അവരുടെയൊക്കെ പ്രശ്നം ഇങ്ങനെ ഉണ്ടല്ലോ എന്നാൽ അതും കൂടി എടുത്ത് പറയാച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിത് സ്വന്തമായിട്ട് വാങ്ങുക, സ്വന്തമായിട്ട് പൊടിക്കുക, സ്വന്തമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് നമ്മളേന്ന് മേടിക്കുമ്പോൾ 100 ഗ്രാമിന് 150 രൂപയാണ് കൊറിയർ ചാർജ് അടക്കം നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുക. 100 ഗ്രാം ഇതൊക്കെ പൊടിച്ച് സെറ്റാക്കിയത് നമ്മൾ 100 ഗ്രാം മേടിക്കുമ്പോൾ
അപ്പം നിങ്ങളിത് വാങ്ങിച്ചുണ്ടാക്കുമ്പോൾ ഒരു ഏതാണ്ട് ഒരു 300-400 ഗ്രാമൊക്കെ നിങ്ങൾക്ക് ഈ പൈസക്ക് കിട്ടിയെന്ന് വരും. കാരണം എന്താ, നമ്മളിത് പൊടിപ്പിക്കുന്ന പൈസ 1 കിലോ പൊടിക്കണ വെച്ചാൽ 60 രൂപയാണ്. അപ്പോൾ അത് പൊടിപ്പിക്കുന്ന പൈസ, അത് അരിച്ച് കഴിഞ്ഞിട്ട് വേസ്റ്റ് പോണത്, പിന്നെ പാക്കിങ്ങും ഇതൊക്കെ ആയിട്ട് വരുമ്പോൾ അതിൻ്റെ ചാർജ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മുഖത്ത് മാത്രമുള്ളതെന്നുണ്ടെങ്കിൽ ഇതൊക്കെ വാങ്ങി ഉണ്ടാക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്, എനിക്ക് വേണ്ട എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഈ സാധനം നിങ്ങൾ വാങ്ങിയിട്ട് ഉപയോഗിച്ചോളൂ. ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ മോഡലായിട്ട് ചെയ്യുന്നൊരു നമ്മുടെ വൈദ്യശാലയ്ക്ക് തന്നെ ഈ ഫേസ് പാക്ക് ഉപയോഗിച്ചിട്ട് സ്വന്തമായിട്ടൊരു മോഡലിനെ തന്നെ കിട്ടിയിട്ടുണ്ട്. കാരണം നമുക്കൊരു ഷിബി എന്ന് പറഞ്ഞിട്ടൊരു മേഡം ഉണ്ട്. ആ മേഡം ഇതുപോലെ ഉപയോഗിച്ച് കരിമംഗലം കംപ്ലീറ്റ് പോയി. ഇപ്പം അവരുടെ ഫോട്ടോ വെച്ചിട്ടാണ് നമ്മൾ എന്താണ് ഈ ഇതന്നെ ചെയ്യുന്നത്. നമ്മൾ ആൾക്കാർക്ക് കൊറിയർ അയച്ചു കൊടുക്കുമ്പോൾ ആ മേഡത്തിൻ്റെ ഫോട്ടോ ആണ് നമ്മൾ വെക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇത്രയും റിസൾട്ട് ഉണ്ടായതല്ലേ, മേഡത്തിൻ്റെ ഫോട്ടോ ഞങ്ങളിതിൽ വെക്കട്ടെ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അവർ ഒരുപാട് വ്യത്യാസം, കാരണം വെച്ചാൽ കംപ്ലീറ്റ് കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ട് പോയി ഒരു പ്രത്യേക ലുക്ക് കണ്ടു വന്നു. ആ മേഡത്തിൻ്റെ ഫോട്ടോ ആണ് ഇപ്പോൾ ഈ കാണുന്നത്. നമ്മളെ സ്റ്റിക്കറിൻ്റെ മുകളിലൊക്കെ ഒട്ടിച്ച് നമ്മൾ ഇത് ഹെവി ആയിട്ട് ഓൾ ഇന്ത്യ ലെവലിൽ എല്ലാ സ്ഥലത്തേക്കും കിട്ടാവുന്ന തരത്തിലാണ് നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഫേസ് പാക്ക്, ചർമ്മകാന്തി ഫേസ് പാക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇറക്കാൻ പോണത്. അതിലത്തെ മോഡലായിട്ടും ഇത് ഉപയോഗിച്ച് അതിൻ്റെ റിസൾട്ട് കിട്ടിയ മേഡത്തിൻ്റെ ഫോട്ടോ ആണ് ഇപ്പോൾ ഈ പറയണത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് നല്ല ഭംഗിയുള്ള ആളെ പിടിച്ചോണ്ട് ഇട്ടതല്ല. കാരണം ചില ആൾക്കാർ ഈ മുടിക്ക് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, വല്ല മുടി തേറ്റുന്ന നല്ല നീളമുള്ള ആൾക്കാരെ കൊണ്ടുപോയിട്ട് ഇത് ഞങ്ങളെണ്ണ തേച്ചിട്ട് ഇത് വലുതാക്കിയതാന്ന് പറയും. പക്ഷെ അതല്ല കേസ്. നമ്മൾ നല്ല ഭംഗി ഉള്ള ഒരാൾ തന്നെയാണ്, പക്ഷെ മുഖത്ത് ഈ പാടുകളൊക്കെ മാറി അത് അതിസുന്ദരിയായിട്ടുള്ള ഒരാളുടെ ഒരു ഫോട്ടോ കൂടിയാണ് നമ്മൾ ഇതിന് പ്രസന്റ് ചെയ്യുന്നത്. നമ്മുടെ മോഡലും ആയിട്ട് നമ്മൾ കമ്പനിയുടെ നമ്മളിപ്പോൾ കാർത്തിക ആയുർവേദിക്സിൻ്റെ പല പ്രൊഡക്റ്റിനും നമ്മൾ ഈ മേഡത്തിൻ്റെ ആണ് നമ്മൾ ഫോട്ടോ കൊടുത്തിട്ടുള്ളത്. കാരണം നമ്മുടെ പ്രൊഡക്റ്റ് കൊണ്ട് തന്നെ ഇത്രയും നല്ലൊരിത് കിട്ടിയപ്പോഴും അവർക്കും അത് വളരെ സന്തോഷം ഉണ്ടായിരുന്നു. നമുക്കതിന് ഇങ്ങനെ ഒരു പ്രൊമോട്ട് ചെയ്യാനോ അതുപോലെ തന്നെ നമുക്കത് വളരെ എടുത്ത് കാണിച്ചു കൊടുക്കാനും നിങ്ങൾക്ക് കാണിച്ചു തരാനും പറ്റുന്ന ഒരാളും കൂടിയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വിഷയങ്ങളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ വൈദ്യം ജ്യോതിഷം മാന്ത്രികം നമ്മുടെ വിരൽ തുമ്പിൽ ഉണ്ടായിരിക്കും.